ഇവിടെ തിരിച്ചു വെക്കടി. ഈ കൂടി ഇങ്ങനെയാണോ? ഞാനവിടെ ഇതാ നേരെ ഇങ്ങനെ വെക്കണ്ടേ? ഇങ്ങനെയാണോ വെക്കണ്ടത്? തിരിച്ചു വെക്ക്. ഹലോ ഹലോ. ഇറങ്ങിയുള്ളൂ. എവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ ഞാൻ. ചോറ് രാവിലെ പറഞ്ഞോണ്ട്. രാവിലെ മെസ്സേജ് ഇട്ടേക്കുന്നു. കോട്ടയത്താന്ന് തോന്നുന്നു, അറിയത്തില്ല. കാഞ്ഞിരപ്പള്ളി നിൽക്കാൻ പറഞ്ഞു. സമയം പോയിരുന്നു. സാധാരണ 8 മണിയൊക്കെ ആകുമ്പോൾ ചോറായാൽ മതി. ഇതിപ്പോൾ 7:30 ആകണമായിരുന്നു. ആയില്ല, 7:45. ഇപ്പോൾ 8 മണി ആറായി. ഇവിടെ ഇറങ്ങി വന്നപ്പോഴത്തേനും എന്നാലും എന്താ ബസ്സും ഇല്ല. ചെന്നിക്കര ഇല്ല. ശരി. അജയനുണ്ടായിരുന്നു. ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുന്ന കഴിക്കുന്നില്ലേ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം കഴിക്കാ. കറി പോന്ന് ദേഹത്ത്. നീ ഇവിടെ പറഞ്ഞു പോകുന്നു. ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ്. ഗൂഗിളിനോട് എന്താണോ പറയുന്നത്? ഗൂഗിൾ എന്താണോ ഇങ്ങോട്ട് കറി പോകുന്നു ദേഹത്ത്. ഞാൻ ഇപ്പൊ ഒരെണ്ണം തരും. ആലോചിക്കാം. കൈ നോക്കാവോ? കൈ 2 മണി കടിച്ചമ്മേ. മാറിയിട്ട് തിന്നപ്പോ അതെ. നഖം ഇങ്ങനെ കടിക്കുന്നുണ്ടോ? നഖം അങ്ങനെ കടിച്ചാ ഇങ്ങനെ ഇരിക്കും. ചില്ലറയല്ല, വലിയ ഫോൺ എടുത്ത. കൊടയെടുത്ത് കൊടയെടുക്ക്. അപ്പക്ക് ജോലിയുണ്ട്. അപ്പൊ പോയി തൂക്കിട്ടിട്ടുണ്ടോന്ന് നോക്കിയേ. അത് ആരെങ്കിലും ബാഗിൽ നിർത്തൂ. എന്റെ ബാഗിൽ നിറക്ക്. കൊട ഇല്ലാതെ പോയിട്ട് പിന്നെ എന്റെ പൊന്നുമോളെ. ഇതെന്നാ ദിവസം? ഇന്നെന്നാ ദിവസം? ഫ്രൈഡേ. അതെ, ആ വടി ഇങ്ങെടുത്തടി. ഓരോ ദിവസം ചെല്ലും തോറും ഭയങ്കര കുസൃതിയായിട്ട് വരുവാണേ. തിരിച്ചു വരുമ്പോ പാലെടുത്തോണ്ട് വരണം. എന്നാ മറ്റേ ബാഗിനകത്ത് പൈസ ഒക്കെ എടുത്തിട്ടുണ്ടോ? കഴിയുന്ന നേരത്തെ വരണേ. എനിക്ക് പോകണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ വേണം. എനിക്കൊരു സമയം പിന്നില്ല. അതാണ് അതിലെ കൂടെ പോന്നേ. എന്തുവാ പറയാവുന്നോ? ഓ, അവളുടെ കൂട്ടുകാരുടെ അമ്മ അല്ല അച്ഛ, അവരോടായിരിക്കും പോന്നേ. എന്നാ ഇവിടെ പ്രശ്നം? എന്നാ ഉടുപ്പ് നോക്കണോ? നിർബന്ധമാണോ? ഒരു വടി എടുത്തിട്ട് വന്നിട്ട് ഉടുപ്പ് നോക്കിയാൽ മതിയോ? ദീന ടീച്ചറിനെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാന്നറിയോ? ശാമ്പു നല്ല കൊച്ചാന്ന് പറയാൻ. വെക്കുന്നില്ല.
എവിടെയൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ ഷോപ്പൊക്കെ മാറ്റി ഇവിടുത്തെ ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സ്റ്റോപ്പ് മാറ്റിയിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട് എടുക്കാൻ ഞാൻ ആര് ആരൊക്കെയാ പോയോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പിന്നെ എന്നാ പിന്നെ നേരത്തെ തന്നെ പറയാൻ ഞാൻ എന്നിട്ട് ഇങ്ങോട്ടാണ്. ആ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്നോട് ഇങ്ങനെ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ കൂടെ പോയായിരുന്നു. ഞാനൊന്നും പോയില്ല. ഞാൻ എങ്ങനെ പോകുന്നത്? നിങ്ങളെന്നെ പറ്റിച്ചാണ് ഞാൻ ഓർമ്മ. ആ അവിടുന്ന് വണ്ടി പോയി. ഞാനല്ല, നിന്നെ കഴിഞ്ഞ ദിവസം ആരും പറ്റിച്ചില്ലേ? ആ ആരാ? സന്തോഷം പറ്റിച്ചല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞു. ആണോ? ഇതിൽ ശരിക്കും പറഞ്ഞാ ഇവിടെ നമുക്ക് അടുത്ത് കിട്ടിയില്ലേ? നിനക്കല്ലേ അടുത്ത്? നിങ്ങൾക്ക് അടുത്തല്ലേ? അജയതെല്ലാം പോയോ? അജയൻ വന്നിട്ടില്ല. പോലീസ് ടെസ്റ്റും വെരിഫിക്കേഷന് വെയിറ്റ് ചെയ്യുക. വെരിഫിക്കേഷന് വേണ്ടി പാസ്പോർട്ടിൻ്റെ. ആ അപ്പം ഇന്ന് വരുന്നില്ല പണിക്ക്? ഒന്ന് വരുമായിരിക്കും. 10 മണിയൊക്കെ കണ്ട. എന്നാ അറിയോ, സന്തോഷേട്ടന് നമ്മൾ ഇത്രയും വരും. അടിച്ചേട്ടൻ അങ്ങനെയല്ലേ പറഞ്ഞു? ആര്? ആ പോയില്ല, കല്ലാറൊക്കെ കയറിക്കോളാൻ പറ്റില്ല. 9 മണിയായില്ല, 8:50 ആയതേ ഉള്ളൂ. വണ്ടി കിടപ്പുണ്ട്. അത് മതി. അജീച്ചേട്ടൻ നടങ്ങുന്ന പോലെ പറഞ്ഞില്ല. 2 പേരാ പറഞ്ഞത്. സന്തോഷമൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് ഇവിടെ ഇന്നൊരു ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ശാംഭവി ഇവിടെ TV കാണാനെന്ന വ്യാജേന അവിടെ എന്തോ പരിപാടി ഒപ്പിക്കുവാണോ? എൻ്റെ പൊന്നെ, എന്തോ ഇത് ധാറമാലയാണ്. എൻ്റെ പൊന്നെ, ഇതെന്തോ ഇവിടെ കിടക്കുന്നേ? എൻ്റെ പൊന്നെ, ഹായ് വെയില്. ഇതാരാന്ന് നോക്കിയ? ഉടുപ്പൊന്നും പൊക്കണ്ട. ഇതാരാന്ന് നോക്കിയേ? അവിടെ കിടന്ന നാരായണിയുടെ പഴയ ഉടുപ്പൊക്കെ എടുത്തിട്ട് നാരായണിയുടെ മാലയൊക്കെ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനല്ലേ ഇടണ്ടേ? സൂപ്പറാ, സൂപ്പർ. പറയോ? പിന്നെ നാരായണ പറയാം. വരുവോ? നാരായണ ചേച്ചി പറയണ്ട, നാരായണ ചേച്ചി കാണുമല്ലോ. വരുവോ? പിന്നെ വരുവോ? നോക്ക് ചേച്ചി വരുവോ? എന്ത് എനിക്ക് വയ്യ. എന്നെ ഇപ്പൊ ഇതൊക്കെ ഇതൊന്നും എഴുതുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ ചേച്ചിക്ക്. ചപ്പല്, എന്റെ പൊന്നേ, അവളുടെ ചപ്പല്. കണ്ണാടി ഉടുപ്പ് പൊക്കി പിടിക്കണ്ട. കണ്ണാടി തിരിച്ചു നോക്ക്. ഇങ്ങനെയാ?
ഫോൺ കാണിട്ട് ഞാൻ കാണട്ടെ. ശ്യാമമ്മ കാണിച്ചോ ഉടുപ്പൊക്കെ ഉടുപ്പ് നോക്കാം? അങ്ങനെയല്ല നിർബന്ധമുണ്ട് ഉടുപ്പ് നോക്കണമെന്ന്. ഇതാരാന്ന് ശ്യാമള ഫോൺ എടുത്തോട്ടെ. അത് വേണ്ട, അത് വേണ്ട, ഫോൺ എടുത്തൊന്നും കളിക്കണ്ട. അത് കുത്തിയിട്ടൊക്കെ അത് സ്വന്തമായിട്ട് ഫോട്ടോ കണ്ടോ കണ്ടോ, സ്വന്തമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കറിയാം. എടുത്തോട്ടെ. അത് ഞാൻ കണ്ട് സൂപ്പർ അടിപൊളി. എനിക്ക് വയ്യ, ഇന്ന് നല്ല മൂടാ. വെയിലൊക്കെ വന്നേരാണോ? നാരായണ ചേച്ചി വരുമോ? നാരായണ ചേച്ചി വരാതെ കുഴപ്പമില്ല. എന്താ അടിപൊളിയാ. ഈ ഉടുപ്പ് കൂടിയിട്ടൊക്കെ ഇത് അവിടെ ആ പഴയ അവിടെയൊക്കെ കിടന്നല്ലേ മോനെ, ചൊറിയും. ഇല്ലമ്മ വേണ്ട, ആ ബക്കറ്റിന്റെ മണ്ടയില് മാല ഇനിയില്ല, അല്ല ഊരി വെച്ചേ കുഞ്ഞിന് ചൊറി. ഇതൊക്കെ സ്വർണ്ണവളയോ? മാല ആ സ്വർണ്ണവളയോ? ഇല്ല. വളയൊക്കെ നീ മോന് വള വേണ്ടെന്ന് പറഞ്ഞില്ല. അമ്മ ഒരു കാര്യം ചെയ്യ, അമ്മ വളം മേടിച്ചിട്ട് വരാം നാളെ കേട്ടോ. കാരണം തരുന്ന വള എല്ലാം കൊണ്ട് കളയുമല്ലേ. ആ നല്ല സൂപ്പർ മഴയാണ് കേട്ടാ. രാവിലെ മഴ തുടങ്ങി. മഴ പോയി. ഈ മഴ അധികം നേരം പെയ്യല്ലേ, 10 മിനിറ്റ് പോലും പെയ്യല, എന്നിട്ട് കുറയും. വീണ്ടും ഒരു 1/4 മണിക്കൂർ വീണ്ടും പെയ്യും. എൻ്റെ ഇട്ടോണ്ട് പോയത് മറ്റേ ഇട്ടോണ്ട് പോന്നോ? തന്നല്ല, അവിടെ തെന്നി കിടക്കണേ പോകുന്നത്. എന്നാ കല്ല് കുടിച്ചിട്ട് പോകും. ഫോൺ എടുത്തോ? ആ ഓക്കെ ഓക്കെ. നല്ല ചേരുന്നുണ്ട് കളറ്, നല്ല ചേരുന്നുണ്ട് കളറ്. അപ്പോൾ താഴത്തെ വിമല ചേച്ചിയുടെ വീട് വരെ പോവാന്ന്. ഇവരുടെ ഭയങ്കര കൂട്ടാണേ. നമുക്ക് കുറച്ച് ചക്കയോ വല്ലതും ഉണ്ടോ ഇതൊക്കെ കുറച്ച് മുമ്പ് അവരോട് സംസാരിക്കുന്നത് കേട്ടോ. ഇനി ചക്കയുടെ കാര്യം വല്ല അതിനാണോ എന്നറിയത്തില്ല. താഴെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ ഇത് പോട്ടെ അല്ലേ. എന്തിനാ കയ്യിൽ എന്തിരിക്കുന്നത്? അത് എൻ്റെ അല്ലേ? അയ്യോ ഞാൻ അത് എടുക്കല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞല്ലേ. പോയത് ഭയങ്കര മഴയാണ്. നീ മഴ ഉണ്ടോ? അത് ഞാൻ 2 മണി 2:30 ആയപ്പോഴേക്കും ഇത് ഇരുട്ടാൻ തുടങ്ങി. എന്നാടി നീ പേടിപ്പിക്കുവാണോ? ഓ മഴ എന്നെ തടി വെച്ചേ. അവനെന്തിനാ എന്നോട് ചോദിക്കുന്നു? നീ സാധാരണ വെക്കാറില്ലേ? നീ വെച്ചോന്ന്. ഇനി അത് പിടിച്ച് വലിക്കും. നീ വെച്ചോ, അറിയാലോ തന്നെ വെക്ക അറിയാലോ. അമ്മേടെ ഫോണിൽ പഴയത് മതിയേ. ഭയങ്കര മഴയാട്ടോ. മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ട്. ഈ ഇതുമില്ലേ ഞങ്ങളുടെ അതൊന്നും ആയില്ല. ഇന്നലെ കാണാൻ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടം വരെ ഇങ്ങനെ വെള്ളം വരുന്നു. അമ്മോ മഴയാ മഴ. ശ്യാമളമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് പോയതാണ്. എന്നാ മഴ പെയ്യുന്നൊക്കെ കണ്ടോ നീയാ? വല്ലപ്പോഴും ഒക്കെ മഴ ഒന്ന് ആസ്വദിക്കും. ചെല്ല, ഇതാണ് മഴ. ആസ്വദിച്ചാൽ ഇവിടെ അത് വേണ്ട, ഇവിടെ ഒന്ന് ആസ്വദിച്ചാൽ മതി. ഇപ്പൊ ഒന്ന് കുളിപ്പിച്ചല്ലേ, കുളിപ്പിച്ച് കയറ്റിയതല്ലേ ഉള്ളൂ. ചേരുന്നുണ്ടോ? നല്ല ദിവസമാണ്. വേണ്ട വേണ്ട, നാളെ പിന്നാട്ടെ. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ കുളിപ്പിച്ചില്ല, പിന്നെ അത് മതി. നിന്റെ അമ്മേനെ കണ്ടോ വരുന്ന വഴിക്ക്? വരുന്നുണ്ടോ? ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടേ.
ആരെ ഇപ്പൊ ഇതാ കുളിച്ചു കഴിഞ്ഞിട്ട് കുളിക്കുന്നതിനെ മുന്നേ ഇട്ട് പിന്നെ കുളിച്ചു കഴിഞ്ഞത് അങ്ങ് ഇട്ടു. പെട്ടെന്ന് വന്നല്ലോ. ഫോൺ മാറ്റി വെക്കാതെ. ഇതേ കുട ഇടുന്ന ഇങ്ങനാണ്. ഇവിടാണോ കുട ഇടണ്ടേ? കുളം നീന്താം കേട്ടോ. ഇവിടെ മൊത്തം നീന്താം. ഞങ്ങൾക്ക് നീന്തി കുളിക്കാം. വരാം വരാം. ശ്യാമമ്മ എന്നാ കൈ കഴുകുന്നേ? ചക്കയാണോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് ഞാൻ പോവാ, മഴ പെയ്താലെന്ന് വെക്കും. അപ്പൊ സാധി വിളിച്ചു. ആ ഞാൻ വിളിച്ചപ്പോൾ അമ്മ വേറൊരു കോളിലായിരുന്നു. ആ ആയിക്കോട്ടെ, അത് ഞാൻ ചോദിക്കുമായിരുന്നു എന്ത് ചെയ്യാന്ന്, കണ്ടില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ വിളിച്ചു. മഴ ആര് കയറാം? ഞാനോ? നാളെ കയറി താമസം. എങ്ങോട്ടൊന്നും വെക്കുക, ഇത്ര സ്ഥലം കിടപ്പില്ല. ഹായ് ഹായ് ഹാൻജി ഫാൻ മഴ കാരണം ഓരോ മഴ നനഞ്ഞു ബൈക്കിനാണ്.
ഇനി സ്കൂൾ ബാഗ് ഒന്നും വേണ്ട, സ്കൂൾ ബാഗ് ഒക്കെ നിനക്ക് ഉണ്ട് കേട്ടോ. ആ പിന്നെ അടുത്ത വർഷം മേടിക്കാം. വാട്ടർ ബോട്ടില്, സ്കൂൾ ബാഗ്, കൊട, മറ്റേ കോട്ട് വേണ്ട, കൊട. ഒന്ന് പോയാടിയെന്ന് ചുമ്മാ നമ്പർ ഇറക്കാതെ തരുന്നത് കൊണ്ട് വിട്ടു പോകാം. കളറുള്ള കൊട. പിന്നെ എന്നായിരുന്നു മടുത്ത് അവലോട്ട് ഇത് തന്നെ പരിപാടി. ഓരോ ബൈക്കിൽ കൂടെ വരുമ്പോഴും അവളുടെ വിചാരം ആമസോണിൽ നിന്ന് ബാഗ് വന്നാണ്. ഇന്നെന്താ എത്രണ്ണമാണ് ഇത് എന്നീ ഓർഡർ ചെയ്യുന്നത്? ഒരെണ്ണം പോരെ? അല്ല അത് എടി അതിന് 60 രൂപയേ ഉള്ളൂ. അതിനാണോ വേണോ? ആ അത് ഒരെണ്ണം പോയാൽ അത്യാവശ്യമുള്ള സാധനം. മഴയും കൊണ്ട് നിങ്ങൾ ആവശ്യമായി ഞങ്ങൾ അവിടെ പോയി ഹെൽപ്പ് ചെയ്യട്ടോ. മറ്റേ നാളെ കയറി താമസമില്ലേ, ലൈറ്റും ഫാനും അതൊക്കെ പിടിപ്പിക്കാൻ. അത് കപ്പാട് നമ്മൾ പണിതുകൊണ്ടിരുന്നില്ലേ ആദ്യം. അതിൻ്റെ മാപ്പ് അങ്ങോട്ട് പോകുന്ന വഴി ഇല്ല. ഒന്നും മേടിച്ചോ? ഓ ഇതൊക്കെ ഉണ്ടോ? ഒന്നും മേടിച്ചൊന്നുമില്ല. ഇല്ല പിന്നെ ഞാൻ ഈ താഴെ വണ്ടിയെ ഒന്ന് ഇറങ്ങിയ സ്കൂട്ടർ.